കഴിഞ്ഞ 2 മാസമായി കോർപ്പറേഷൻ ഭരണസമിതി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കോർപ്പറേഷൻ ഭരണസമിതിയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായും ആറ്റുകാൽ ട്രസ്റ്റുമായി ചേർന്ന് അതുപോലെ സന്നദ്ധ സംഘടനകൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആയിട്ട് ചേർന്ന് കോർപ്പറേഷൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു വരികയാണ്. ഏറെക്കുറെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. വളരെ നന്നായിട്ട് ആറ്റുകാൽ പൊങ്കാല വളരെ മനോഹരമായിട്ട് നടക്കുവാനുള്ള എല്ലാ അറേഞ്ച്മെന്റുകളും പൂർത്തിയായി. ഭക്തജനങ്ങളെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ് തിരുവനന്തപുരം നഗരി. തീർച്ചയായിട്ടും ഇതുവരെ സഹകരിച്ച എല്ലാവരോടും നന്ദിയുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലും നമുക്ക് ഒരുമിച്ച് നിന്ന് സജീവമായിട്ട് കാര്യങ്ങൾ ചെയ്യണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലും വിവിധ മന്ത്രിമാരുടെ നേതൃത്വത്തിലും ഒക്കെ തന്നെ പല മീറ്റിങ്ങുകളും നടന്നു. കോർപ്പറേഷന്റെ ഫൈനൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഇന്റർ ഡിപ്പാർട്ട്മെന്റ് യോഗം നാളെ വിളിച്ചിട്ടുണ്ട്. അതിൽ വെച്ചിട്ട് ഇനി ഏതെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ടെങ്കിൽ ആ മേഖലയിലേക്ക് കൂടെ ചർച്ച ചെയ്യാൻ വേണ്ടി നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് അത്തരത്തിലുള്ള യോഗം വിളിച്ചിട്ടുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുടെ യോഗം മേയറുടെ ചേംബറിൽ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോ ഈ യോഗത്തിലേക്ക് വരാൻ 5 മിനിറ്റ് വൈകിയത് തന്നെ വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഉൾപ്പെടെ ഞങ്ങൾ ഒരു മീറ്റിംഗ് ചേരുകയായിരുന്നു. ഏതൊക്കെ പ്രദേശത്താണ് ഇപ്പൊ കുടിവെള്ള ക്ഷാമം ചില സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നത് വാട്ടർ അതോറിറ്റി ഇടപെട്ട് ഏറെക്കുറെ പരിഹരിച്ചു തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും ചില പ്രദേശങ്ങളിൽ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടെന്ന് ഇന്നും കൗൺസിലർമാരൊക്കെ അറിയിച്ചതനുസരിച്ച് ആ പ്രദേശങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വെൻഡിങ് പോയിന്റുകളുടെ എണ്ണം കൂട്ടി. അന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, മുമ്പ് PTP മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ ഐരാണിമുട്ടവും വെള്ളയമ്പലവും കൂടി വെൻഡിങ് പോയിന്റ് ആയിട്ട് വെള്ളം കൊടുക്കുവാനുള്ള കേന്ദ്രങ്ങളാക്കി തുറന്നിട്ടുണ്ട്, ഈ ക്രൈസിസ് ഒന്ന് തരണം ചെയ്യാൻ വേണ്ടി. അതിനുശേഷം ഇന്നിപ്പോൾ ഞങ്ങൾ നടത്തിയ ചർച്ചയിൽ പേരൂർക്കട വളരെ മുൻപ് ഒരു വെൻഡിങ് പോയിന്റ് ഉണ്ടായിരുന്നു. അത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ കുടിവെള്ള ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ അത് അവിടെ കൂടി ഓപ്പൺ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള സാധ്യത SC സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു, ഇത്തരത്തിൽ വാട്ടർ അതോറിറ്റി ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന സമയത്ത് തന്നെ, ഞങ്ങളുടെ ഉൾപ്പെടെ ഇടപെടലിന്റെ ഭാഗമായി പരിഹരിക്കുന്ന സമയത്ത് തന്നെ ഒരു ഓൾട്ടർനേറ്റീവ് എന്ന നിലയ്ക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ വീണ്ടും ബുദ്ധിമുട്ടുണ്ടായാൽ അത് തരണം ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന 107 ടാങ്കറുകൾക്ക് പുറമെ 60 ടാങ്കറുകൾ കൂടി കോർപ്പറേഷൻ വാടക എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി. നാളെ രാവിലെ 11 മണിക്ക് ഈ 60 ടാങ്കറുകളും ഒരു സ്ഥലത്ത് പുത്തരിക്കണ്ട മൈതാനത്ത് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വാഹനങ്ങളെല്ലാം അവിടെ വരും. അവിടെ വച്ച് ഈ വാഹനങ്ങൾക്കൊക്കെ തന്നെ നമ്പർ ചെയ്ത് ഓരോ വാർഡിനും ഓരോ വാഹനം കൊടുക്കും. ഇപ്പോൾ ഈ കുടിവെള്ള ബുദ്ധിമുട്ട് പറയുന്ന ഒരു വാർഡിന് വെള്ളം നിറച്ച് ഒരു ടാങ്കർ കൊടുക്കും. അവിടുത്തെ കൗൺസിലറുടെയും അവിടുത്തെ HIയുടെയും ഹെൽത്ത് ഇൻസ്പെക്ടറുടെയും നിയന്ത്രണത്തിലായിരിക്കും ആ വാർഡിൽ ആ വാഹനം ഓടുന്നത്. കുടിവെള്ള ബുദ്ധിമുട്ടുള്ള മുഴുവൻ സമയത്തേക്കും ആ വാഹനം ആ വാർഡിൽ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. അതിന്റെ പൂർണ്ണ ചെലവ് കോർപ്പറേഷൻ വഹിക്കും. സൗജന്യമായി ടാങ്കറും വെള്ളവും കൊടുക്കുകയാണ്. ഇനി കൂടുതൽ ടാങ്കറുകൾ വേണം, മറ്റുള്ള ഒരു വാർഡിൽ തന്നെ ഒന്നിൽ കൂടുതൽ ടാങ്കറുകൾ വേണം, അല്ലെങ്കിൽ കൂടുതൽ വാർഡുകളിലേക്ക് വേണമെങ്കിൽ കൂടുതൽ ടാങ്കറുകൾ എടുക്കുവാനും കോർപ്പറേഷൻ തീരുമാനിച്ചു, ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ചെയ്തിട്ടുള്ളത്. പിന്നെ 25 പുതിയ ടാങ്കുകൾ, വാട്ടർ ടാങ്കുകൾ കൂടെ വാങ്ങാൻ തീരുമാനിച്ചു. കാരണം ചില സ്ഥലത്തൊക്കെ തന്നെ ചെറിയ ഓട്ടോറിക്ഷയിലും അങ്ങനെയൊക്കെ വെള്ളം കൊണ്ടുപോയിട്ട് വരും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആ വാഹനങ്ങളിൽ ടാങ്ക് വെച്ച് വെള്ളം കൊണ്ടുകൊടുക്കാൻ വേണ്ടി 25 ടാങ്ക് കോർപ്പറേഷൻ സ്വന്തമായി വാങ്ങാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഓർഡർ കൊടുക്കും. ഇന്ന് ഒരു അർജന്റായിട്ട് ഓർഡർ കൊടുത്ത് അടുത്ത ദിവസങ്ങളിൽ തന്നെ വാങ്ങിയിട്ട് ആ ടാങ്കുകൾ കോർപ്പറേഷൻ ഉപയോഗിക്കുകയും കോർപ്പറേഷൻ സൂക്ഷിക്കുകയും ചെയ്യും ഏത് സമയത്ത് ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ. പിന്നെ വെള്ളം തരേണ്ടത് വാട്ടർ അതോറിറ്റിയാണ്. അരുവിക്കര പോയി വെള്ളം കൊണ്ടുവരാനുള്ള മെക്കാനിസം കോർപ്പറേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് മനുഷ്യസാധ്യമായി ചെയ്യാൻ കഴിയുന്ന ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓൺലൈൻ ചാനലിൽ 1-2 പേര് നിരന്തരം കോർപ്പറേഷൻ വെള്ളം കൂടി പൊട്ടിച്ചതൊക്കെയുള്ള വാർത്ത കൊടുക്കുന്നുണ്ട്. അവരുടേതായ മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഇടപെടില്ല. പക്ഷെ വസ്തുത എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾ പരിഭ്രാന്തിയിലാകും. ഞങ്ങൾ എന്തായാലും എന്ത് വാർത്ത കൊടുത്താലും പരിഭ്രാന്തിയിലാവില്ല. ജനങ്ങൾ പരിഭ്രാന്തിയിലാവുന്നത് ഒഴിവാക്കാൻ സാധിക്കും. എന്തായാലും വാട്ടർ അതോറിറ്റിയും ശ്രമിക്കുന്നുണ്ട് പരിഹരിക്കാൻ വേണ്ടി. ഇത്രയാണ് കുടിവെള്ള പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ളത്. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞാൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ക്രൈസിസ് മാനേജ്മെന്റ് ടീം കോർപ്പറേഷനുണ്ട്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ടീമും എപ്പോഴും അവൈലബിൾ ആണ് കാര്യങ്ങൾ എത്തി.